മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെയും അധികാരം നിലനിർത്തണം എന്ന വാശിയിലാണ്. അതിന് അദ്ദേഹം ഏത് മാർഗവും സ്വീകരിക്കും. നമുക്ക് അറിയാം, ശബരിമലയുമായി ബന്ധപ്പെട്ട് പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തി. അതുപോലെ NSSും SNDPയുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു. മാതാ അമൃതാനന്ദമയി അമ്മയ്ക്ക് പുരസ്കാരം നൽകുന്നു. ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇപ്പോൾ ഇതാ CM വിത്ത് മീ എന്ന് പറഞ്ഞൊരു പരാതി പരിഹാര സെല്ല് ആരംഭിക്കുകയാണ്. പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നമുക്ക് അറിയാം, ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തിയിരുന്നു. ഓരോ ജില്ലയിലും മുഖ്യമന്ത്രി എത്തി ആ ജില്ലയിലെ ആൾക്കാരുടെ പരാതികൾ നേരിട്ട് കേൾക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അതുപോലെയാണോ ഇപ്പോൾ ഈ പിണറായി വിജയൻ CM വിത്ത് മീ എന്ന പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്? ഈ അത്യാസന്ന നിലയിൽ ഒരാളെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയിൽ ICUയിലോ മറ്റോ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ചെന്ന് നോക്കുമ്പോൾ ഈ ദേഹം മുഴുവൻ ട്യൂബും അത് ഇതൊക്കെ വായിലും മൂക്കിലും ഓക്സിജനൊക്കെ കൊടുത്ത് വെന്റിലേറ്റർ ഒക്കെ കൊടുത്ത് എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പം CPM ഇത്തരത്തിൽ ഒരു അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കൂടെ കൊടുത്തുകൊണ്ട് ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു നെട്ടോട്ടം, അവസാനവട്ട പരിശ്രമം. അതാണ് CM വിത്ത് മീ അല്ലേ. ഈ 2016 ഇവർ അധികാരമേൽക്കുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിലായിരുന്നു. സെക്രട്ടേറിയറ്റിന്റെ പിൻവശമുള്ള സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളൊക്കെ അവിടെ വെച്ച് നടത്താറുണ്ട്. വലിയ ജനക്കൂട്ടമായിരുന്നു കേട്ടോ. ശരിക്കും അന്ന് നമുക്ക് അറിയത്തില്ല ഒരു കാലമുണ്ട്, 1957 EMS അധികാരത്തിൽ വരുന്നത്. അത് ഇതുപോലെ വലിയൊരു ഉത്സവാന്തരീക്ഷത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയത്. കാരണം ലോകത്ത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ബാലറ്റിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതല്ലേ. അപ്പോൾ അന്ന് OV വിജയൻ അന്ന് മദ്രാശിയിൽ ഒരു കോളേജിൽ ജോലി ചെയ്യുക. അദ്ദേഹം അവിടെ നിന്ന് ഒരു 2 ദിവസത്തെ ലീവ് എടുത്ത് ഇങ്ങോട്ട് വരികയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം അവിടെ കോളേജിൽ കാണിച്ചത് ലീവിൻ്റെ, ഞങ്ങളുടെ നാട്ടിൽ ഒരു ഉത്സവമാണ്, അതിൽ പങ്കുചേരാൻ കാണിച്ചത്. ഇത് OV വിജയൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ എഴുതിയതാണ്, ഞാനത് വായിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അത്രയും വലിയൊരു ഉത്സവ അന്തരീക്ഷമായിരുന്നു 57. ആ 57 ഉത്സവാന്തരീക്ഷത്തിൽ അധികാരത്തിലേറി പിന്നീട് എന്ത് സംഭവിച്ചു? കുറെ നാൾ കഴിഞ്ഞപ്പോൾ ONV ചോദിച്ചു, എവിടെയാ വാഗ്ദത്ത ഭൂമി എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ വളർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ വലിയ ഒരു ഉത്സവാന്തരീക്ഷം ഒക്കെ ഉണ്ടാക്കി. എല്ലാവരും കണ്ടു. ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ 2016 ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ജനങ്ങള് അവിടെ ഒത്തുചേരാവുന്നവരെല്ലാം ഒത്തുചേർന്നു, ബാക്കിയുള്ളവർ ടെലിവിഷനിലും ഒക്കെ ഇരുന്ന് ഇത് കാണുന്നു. ഇനി ഇവിടെ അവതാരങ്ങളൊന്നും ഉണ്ടാകത്തില്ല, ഓരോ ഫയലിലും ഓരോ ജീവിതം ഉറങ്ങുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞ് രോമാഞ്ചം കൊള്ളിപ്പിച്ച് കുറെ കാലങ്ങളിങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ രൂപവും ഭാവവും ഒക്കെ മാറി പിണറായിക്ക് ജനങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങി. 21 അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ രണ്ടാമതും ഇതിന്റെ സ്വഭാവം ഒന്നുകൂടെ അങ്ങ് മാറി. അധികാര തുടർച്ച സർക്കാരിനെ മത്തുപിടിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആട്ടിപ്പായിക്കുന്നു. വെറും നായ്ക്കളെ പോലെയാണ് മനുഷ്യരെ കാണുന്നത്. ഇത്തരത്തിലുള്ള രീതിയിലായി. ഇപ്പൊ ഇതാ 2026 ഭരണത്തോടെടുക്കുമ്പോൾ ഉടനെ നിറം മാറി വീണ്ടും വരിക. അതാണ് നമ്മൾ പമ്പ മുതൽ ഇങ്ങോട്ട് കാണുന്നത്, അയ്യപ്പ സംഗമത്ത് ഉൾപ്പെടെ. എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ 2020 ഇപ്പം എന്താ CM വിത്ത് മീ എന്നുള്ള ഒരു പരിപാടി തുടങ്ങാൻ പോവുകയാണ്, ജനസമ്പർക്ക പരിപാടി പോലെ. ഇനിയിപ്പൊ നേരെ ചെന്ന് മുഖ്യമന്ത്രിയോടൊപ്പം ഒട്ടി നിന്ന് പരാതി കൊടുക്കാം, പരാതി വാങ്ങിക്കാം. അന്ന് ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ അതിനെ എതിർത്തവരല്ലേ ഉമ്മൻചാണ്ടി. അന്ന് അതിനെ കൂവി തോൽപ്പിക്കാൻ ശ്രമിച്ചവരാണ്. രാത്രി 12, 1 മണി വരെ 2 മണി വരെയാണ് പലയിടങ്ങളിലും ഒക്കെ നിന്ന് ഈ പരാതി സ്വീകരിക്കുകയും അതിന് പരിഹാരം കാണുകയും ഒക്കെ ചെയ്തു. ഇവര് വേറെ എന്തോരണം നടത്തിയല്ലോ, നവകേരള സദസ്സ്. ഒരു വണ്ടി ഇങ്ങോട്ട് കാസർഗോഡ് നിന്ന് മഞ്ചേശ്വരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് പാറശാല വരെ യാത്ര ചെയ്തു.
മിക്കവാറും അത് മ്യൂസിയത്തിൽ കയറ്റിയിട്ടില്ല. അവർക്ക് വേണമെങ്കിൽ ഇവർക്ക് എല്ലാവരും കൂടെ ഒന്നിച്ച് ഇനി വേണമെങ്കിൽ എവിടെയെങ്കിലും തീർത്ഥയാത്രയ്ക്ക് പോകാം. തീർത്ഥയാത്രയാണ് ഇപ്പൊ ഇവരിവിടെ ലിഫ്റ്റ് ഘടിപ്പിച്ച ബസ്സാണ്. അതെ, അതായത് നമ്മൾ പടി കയറണ്ട, ഈ പടി ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരും. നമ്മൾ ആ പടിയിലേക്ക് കയറി നിന്നാൽ, അതായത് പടി ഇറങ്ങി വന്ന് ഭൂമിയിൽ തൊടും, നമ്മൾ അതിലേക്ക് കയറി നിന്നാൽ മതി. ചെറുതായിട്ടൊന്ന് കാല് പൊക്കി വെച്ചാൽ അത് നമ്മളെ ഉയർത്തി അകത്തേക്ക് കൊണ്ടുപോകും. എന്തിനാണ് ഈ പിണറായി ഇത്ര പാടുപെടുന്നതെന്നറിയാം. 2026 3-ാം വട്ടവും അധികാരത്തിൽ വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങ് പുഷ്ടിപ്പെടണമെന്നൊന്നും വിചാരിച്ചൊന്നുമല്ല. ഹാട്രിക് പ്രതീക്ഷിച്ചല്ല, അതൊന്നുമല്ല. പിണറായിക്ക് വേറെ താല്പര്യങ്ങളുണ്ട്. പിണറായി LDF അധികാരത്തിൽ വരുന്നില്ല, പിണറായി ഭരണമില്ലാതിരിക്കുകയാണെങ്കിൽ പിണറായിക്ക് അത് അങ്ങോട്ട് സങ്കല്പിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. പിണറായിക്ക് അധികാരമില്ലാതിനും ജീവിക്കാൻ പറ്റില്ല. പാർട്ടി സെക്രട്ടറി ആയിട്ട് 15 വർഷം, ഇപ്പോൾ അത് കഴിഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് 10 വർഷം. ഇനി ഒരു നിമിഷം പോലും പറ്റത്തില്ല. 2026 എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറിയിട്ട് അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് നാട് നീങ്ങണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അല്ലെങ്കിൽ എന്നിട്ട് മരുമകനെയും ഒരു കരയ്ക്ക് എത്തിക്കുക എന്ന് തന്നെയാണ്. ഈ അധികാരമില്ലാതിരുന്നു കഴിഞ്ഞാൽ പിണറായി വിജയനെ പാർട്ടിക്കകത്ത് താഴെ തട്ട് മുതൽ കൊത്തിക്കീറും, ഉറപ്പായ കാര്യമാണ്. ഇപ്പൊ തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ പടയൊരുക്കം നടക്കുന്നുണ്ടെന്നാണ് കേൾവി. അതുണ്ടാവും. കാര്യം തോൽവി പലരും മണക്കുന്നുണ്ട്. LDF-കാര്, CPI ഘടകകക്ഷിയായ CPI എന്താണ് തലയെ കൈവച്ച് പറയുന്നുണ്ട്, 3-ാം വട്ടം അധികാരത്തിൽ വരരുത് എന്ന്. ഏതെങ്കിലും ഒരു ഘടകകക്ഷി പറയുമ്പോൾ ഇങ്ങനെ 3-ാം വട്ടം അധികാരത്തിൽ വരരുത്. എന്തുകൊണ്ടാണ് വരരുതെന്ന് പറഞ്ഞാൽ, വന്നു കഴിഞ്ഞാൽ ഇത് ഉടനെ തന്നെ കുഴി മൂടും. അല്ലത് ബംഗാളിലെ അവസ്ഥയാവും. മരുന്നിന് പോലും പിന്നെ കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടെത്താൻ ബംഗാളിൽ ഇപ്പൊ ആരും ഇല്ലെന്ന് തോന്നുന്നു. അവിടുത്തെ കുറെ നേതാക്കളുണ്ട്, പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ഉണ്ട്. അവിടുത്തെ പാർട്ടി ഓഫീസുകൾ ഇപ്പൊ എന്തോ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിനാണ്. അല്ല സാർ, അത് കുറെയൊക്കെ തൃണമൂല് പിടിച്ചു, ചിലതൊക്കെ അവർ BJP-ക്ക് കൈമാറി. കാരണം ഈ BJP-യുടെ പച്ചയിലാണ് ഇപ്പോൾ ഇവർ തൃണമൂലിൽ നിന്ന് അടികൊള്ളാതെ രക്ഷപ്പെട്ടു പോകുന്നത് അവിടെ. എന്നിട്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇപ്പൊ എവിടെയാണ്? കുറെ സംഘങ്ങളുമായിട്ട് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ഒക്കെ കൂടെ എങ്ങോട്ട് പോയിരിക്കുന്നത്? ഇപ്പൊ ചൈനയിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് MA ബേബി. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തിന്? ഇവിടെ RSSന്റെ 100-ാം വർഷം ആഘോഷിക്കുകയാണ്. അത് ഭയന്നിട്ടാണോ MA ബേബി ഇനി അങ്ങോട്ട് പോയത് എന്നുള്ളതാണ്. MA ബേബി ഒരിക്കല് നമുക്കറിയാം, MA ബേബി പ്രസംഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആർക്കും എല്ലാവരെയും ഭയന്ന് ഓടുക തന്നെ ചെയ്യുന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ എന്താ CM വിത്ത് മീ ഇതെവിടെ വിജയിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരെങ്കിലും ഇദ്ദേഹത്തിൻ്റെ അടുക്ക് സമീപിക്കൂ, എന്തെങ്കിലും ആവശ്യങ്ങളുമായി ഭരണത്തിൽ നിന്ന് ഇറങ്ങാൻ പോവുക. അപ്പൊ ഇതങ്ങോട്ട് കൊണ്ട് കൊടുത്തിട്ട് ഒരു കാര്യവും നേടാൻ പോകുന്നില്ല. അല്ല, കേരളത്തിൽ സത്യത്തിൽ ഒരു ഭരണസ്തംഭനമല്ലേ? കാര്യങ്ങളൊന്നും നേരെ ചൊവ്വേ നടക്കുന്നില്ല. ഇപ്പൊ തന്നെ വൈകാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള വിജ്ഞാപനമായി കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയും നടക്കത്തില്ല. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലോ അതിന്റെ വിശകലനം അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ അടുത്ത നിയമസഭാ അവിടെ അതിന്റെ പരാജയം എങ്ങനെയെങ്കിലും മേക്കപ്പ് ചെയ്യാനുള്ള പരിശ്രമം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. ഈ ജനങ്ങളുടെ പരാതി സ്വീകരിച്ചിട്ട് അതിന് പരിഹാരം കണ്ടെത്താൻ സമയമില്ല. ഇതൊരു തട്ടിപ്പ് മാത്രമാണ്. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും എന്നൊക്കെയുള്ള ഒരു കപട നാടകം കളിക്ക് വേണ്ടിയാണ്. പമ്പയിൽ കണ്ട കപട നാടകം ഇനി ഒന്ന് നേരിട്ട് ജനങ്ങളുടെ അടുക്കിലേക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണിത്.